യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ വിചിന്തന വിഷയം. അന്ധകാരത്തിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും മധ്യ ഉലയുന്ന ഒരു വഞ്ചിയിലാണ് നാം ഇന്ന് വചനത്തിൽ ശിഷ്യന്മാരെ കാണുക. ജീവിതമാകുന്ന കടലിൽ പ്രതിസന്ധികളുടെ കാറ്റും കോളും നിറയുമ്പോൾ നമ്മളും പലപ്പോഴും ഇതേ ഭയത്തിലൂടെയും ആശങ്കയിലൂടെയുമാണ് കടന്നു പോകുന്നത്, അല്ലേ? കർത്താവ് കൂടെയില്ലാത്ത അവസ്ഥയിൽ ആഴക്കടലിലെ ഇരുട്ടിനെ നേരിടാൻ അവർ വലിയ രീതിയിൽ പണിപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാ ഭയങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് കടലിനു മീതെ നടന്നു വരുന്ന ഒരു ദൈവ സാന്നിധ്യം അവർക്ക് മുൻപിൽ വെളിപ്പെടുകയാണ്. പ്രതിസന്ധികളുടെ കൊടുമുടികൾക്ക് മുകളിലൂടെ നടന്നു വരാൻ തക്കവിധം സർവശക്തനായ ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന വലിയൊരു ബോധ്യം ഈ വചനഭാഗം നമുക്ക് നൽകുന്നു. തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടും വിശ്വസിക്കാൻ കഴിയാതെ അവർ ഭയചകിതരാകുമ്പോൾ അവിടുന്ന് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാനാകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കർത്താവ് ഏറ്റെടുക്കുമ്പോൾ ഏത് വലിയ കൊടുങ്കാറ്റും മഹാമാരിയും ശാന്തമാകുമെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. പ്രിയ സഹോദരങ്ങളെ, ഭൗതികമായ നമ്മുടെ കഴിവുകൾ പരാജയപ്പെടുന്നിടത്താണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ആരംഭിക്കുന്നത്. കർത്താവിനെ വഞ്ചിയിലേക്ക് സ്വീകരിക്കാൻ അവർ തയ്യാറായ ആ നിമിഷത്തിൽ തന്നെ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. നമ്മുടെ തകർച്ചകളുടെയും കണ്ണുനീരിൻ്റെയും നിമിഷങ്ങളിൽ അവിടുത്തെ സ്വരം കേൾക്കുവാനും ഹൃദയത്തിലേക്ക് അവിടുത്തെ സ്വീകരിക്കാനും നമുക്ക് ഇന്ന് പൂർണ്ണമായി തയ്യാറാകാം. നമ്മുടെ ജീവിതങ്ങളിലെ ഏത് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയാൻ ഈ തിരുവചന ഭാഗം നമ്മെ ഓരോരുത്തരെയും ഇന്ന് ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. നമ്മെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾക്ക് മുകളിലൂടെ നടന്നു വരാൻ നമ്മുടെ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് നാം ആഴത്തിൽ തിരിച്ചറിയണം. ഭയത്തിൻ്റെ നിഴലുകൾ നമ്മെ വേട്ടയാടുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന അവിടുത്തെ ആശ്വാസവചനം നമ്മുടെ ആത്മാവിന് എന്നും വലിയൊരു ബലമാണ്. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ജീവിത നൗകയിലുണ്ടെങ്കിൽ ഒരു തകർച്ചയും നമ്മെ നിത്യമായി ഇല്ലാതാക്കുകയില്ല എന്ന ഉറപ്പ് നമുക്കുണ്ട്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വലിയ വഴി നടത്തലിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ അനുദിന ജീവിതങ്ങളിലെ എല്ലാവിധ പ്രതിസന്ധികളിലും ആശ്വാസമായി ഈ വചനവും പ്രാർത്ഥനയും എന്നും നമ്മെ നയിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി